അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു വിഷു സ്പെഷ്യലായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. നല്ല സിമ്പിളാണ്, കുറച്ച് പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ചെയ്ത സ്റ്റെപ്സൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ചൂട്ടത്തായാലും ഈ മേക്കപ്പ് തീരെ ഇളകാണ്ട് നല്ല സൂപ്പറായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രൈമറാണ്. നമ്മുടെ മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആവാൻ സഹായിക്കും കേട്ടോ. ഞാൻ മേബിലിൻ്റെ ഫിറ്റ് മീ ഡ്യൂയി പ്ലസ് സ്മൂത്ത് പ്രൈമറാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ കളർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് കൺസീലർ, എൻ്റെ ഷെയ്ഡിനേക്കാളും ഒരു ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ള കൺസീലർ ഉപയോഗിക്കുകയാണ്. അത് ഞാൻ മൈഗ്ലാം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മനീഷ് മനോത്ര എന്ന് പറഞ്ഞ റേഞ്ചിലത്തെ നാച്ചുറൽ തേക്ക് CN06 എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. അത് അപ്ലൈ ചെയ്തിട്ട് എവിടെയൊക്കെയാണ് ഫേസിൽ ഡാർക്ക്നെസ് വരുന്നതെന്ന് വെച്ചാൽ അതൊക്കെ നന്നായി കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് കൺസീലർ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എക്സ്ട്രാ ലെയർ ഓഫ് ഫൗണ്ടേഷൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഡയറക്റ്റ് കൺസീലറിലേക്ക് പോവാണ്. അപ്പോൾ ഇച്ചിരി ഡാർക്കർ ഷെയ്ഡ് അപ്ലൈ ചെയ്താൽ പിന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾക്ക് ആ ഒരു ഷെയ്ഡ് മാച്ച് നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഡാർക്കർ ഷെയ്ഡ് ഇല്ലെങ്കിൽ കറക്റ്റ് നിങ്ങളുടെ ഷെയ്ഡായാലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നന്നായി അപ്ലൈ ചെയ്തിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഷെയ്ഡിനേക്കാളും ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ള കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഫേസിൽ നമുക്ക് എടുത്ത് കാണിക്കേണ്ട ഭാഗങ്ങൾ മാത്രം അപ്ലൈ ചെയ്തൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എവിടേക്കാണ് ഞാൻ ഡാർക്കർ ഷെയ്ഡ് അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ലൈറ്റായിട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഡാർക്ക്നെസ് ഒന്ന് കളയാം. പിന്നെ എൻ്റെ കഴുത്തിൽ ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാവുമല്ലോ, ഹോർമോൺ ചേഞ്ചസിൻ്റെ ആണ്. അപ്പോൾ എന്തായാലും അതുണ്ട്. അപ്പോൾ ഞാൻ അതും ജസ്റ്റ് ഒന്ന് കൺസീലർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇച്ചിരി ബ്രൈറ്റ്നസ് ആഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് മേബിലിൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ് ഇറേസറാണ്. ഈ ഒരു കൺസീലറിൻ്റെ ഷെയ്ഡ് മീഡിയം 130 മീഡിയമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ, എൻ്റെ ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ വരുന്ന പ്രോഡക്റ്റ് ബാക്കിയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ്ടാവുക വെച്ചാൽ എക്സ്ട്രാ ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല, നല്ല കവറേജ് കിട്ടുകയും ചെയ്യും, എന്നാൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഫൗണ്ടേഷനേക്കാളും കുറച്ചുകൂടി നല്ലത് കവറേജ് കിട്ടാൻ കൺസീലറാണ്. അപ്പോൾ ബെസ്റ്റ് ചോയ്സ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റിംഗ് സ്പ്രേ ആണ്. നിങ്ങൾ സ്പെഷ്യലി നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മേക്കപ്പ് നിൽക്കണമെങ്കിൽ നല്ലോണം സെറ്റിംഗ് സ്പ്രേ അല്ലെങ്കിൽ ഫിക്സിംഗ് സ്പ്രേ ഉപയോഗിച്ച് നമ്മൾ ഫേസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മേക്കപ്പ് നിൽക്കും. അതാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് വരുന്നത്. സ്പെഷ്യലി ഈ ചൂട്ടത്ത് ഇളകി പോകാണ്ടിരിക്കാൻ ബെസ്റ്റാണ്. ഞാൻ ഇൻസൈഡ് കോസ്മെറ്റിക്കിൻ്റെ മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേ ആണ് ഉപയോഗിച്ചത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ എൻ്റെ ബ്രൗസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റ് ലുക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബ്രൗ ഡ്യൂ അപ്ലൈ ചെയ്ത് ബ്രൗസ് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ സെറ്റ് ഇറ്റ് ക്ലിയർ ബ്രൗ ജെൽ LA ഗേളിൻ്റെ അതും വെച്ചിട്ട് ജസ്റ്റ് ബ്രൗസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ പ്ലമ്മിൻ്റെ നേച്ചർ സ്റ്റുഡിയോ ഓൾ ഡേ വെയർ കോൾ കാജൽ എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ കണ്ണിൻ്റെ മോൾ ഭാഗത്ത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല നമ്മൾ ലാഷസിൻ്റെ അടുത്ത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കൈ വെച്ച് നല്ല ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്മോക്കി ലുക്ക് കിട്ടും. നെക്സ്റ്റ് ഞാൻ പോപ്പ് എക്സോ കളക്ഷനിലത്തെ സ്ക്വാഡ് ഗോൾസ് 12 ഐ ഷാഡോ കിറ്റാണ്. അതിലത്തെ ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് ഈ അപ്ലൈ ചെയ്ത് കൊടുത്ത് എല്ലായിടത്തും നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ മേബിലിൻ്റെ ലൈൻ ടാറ്റൂ എന്ന് പറഞ്ഞാൽ ഹൈ ഇമ്പാക്ട് ലൈനർ വെച്ചിട്ട് ഞാൻ എൻ്റെ ഐസ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വിങ് ലൈനും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള ഭാഗത്തൊക്കെ നല്ല തിന്നായിട്ടുള്ള ലൈനാണ് കൊടുത്തേക്കണം. പിന്നെ ഇന്നർ കോർണറിലും ചെറിയൊരു V കൊടുത്തിട്ടുണ്ട്, കണ്ണൊന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ റിവേഴ്സ് കോൺടോർ കൂടി ചെയ്യാണ്. അപ്പോൾ കോൺടോർ അപ്ലൈ ചെയ്യാണ്ട് തന്നെ എൻ്റെ ഫേസ് ഇച്ചിരി സ്ലിമ്മറാക്കാനും ഇച്ചിരി എന്താ പറയുക ചീക്ക് ബോണിലൊക്കെ ഇച്ചിരി ഒരു ഹൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സെറ്റിംഗ് പൗഡർ എടുക്കുകയാണ്. അതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ലാക്മേയുടെ റോസ് പൗഡറാണ്. ഇതെൻ്റെ ഫേവറേറ്റ് സെറ്റിംഗ് പൗഡറാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ എവിടേക്ക് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മൾ കോൺടോർ ചെയ്യാത്ത ഭാഗങ്ങൾ എവിടേക്ക് നമ്മൾ ഫേസിൽ കോൺടോർ ചെയ്യുന്ന ആ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ഭാഗത്തും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോസ് ആയാലും ഇച്ചിരി ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോൺടോർ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ആ ഷേപ്പ് വരും. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, കാരണം നമ്മൾ പരമാവധി കുറച്ച് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ചൂട്ടത്ത് കുറേ മേക്കപ്പ് ചെയ്താൽ നമുക്കത് ഒഴുകിപ്പോകും. നമ്മൾ പിന്നെ കുറേ ചെയ്തിട്ട് കാര്യമില്ല. ജസ്റ്റ് ഒരു പൗഡർ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള പൗഡറൊക്കെ റിമൂവ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്ലൈ ചെയ്യാത്ത ഭാഗങ്ങളുണ്ടെങ്കിലും അവിടെയും ജസ്റ്റ് ലൈറ്റായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഓടിച്ചു കൊടുക്കുമ്പോൾ ആവും ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് നമ്മൾ നല്ലോണം സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ഒന്നുകൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് അഗെയിൻ ഞാൻ ഇൻസൈഡ് കോസ്മെറ്റിക്കിൻ്റെ ഫിക്സിംഗ് സ്പ്രേ ഉപയോഗിച്ചിട്ട് ഫേസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പൗഡർ പ്രൂഫ് വെച്ചിട്ട് നന്നായിട്ട് അത് നമ്മുടെ സ്കിന്നിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ സഹായിക്കും. ഞാൻ ഫേസസ് കാനഡയുടെ ബെറി ബ്ലഷ് എന്ന് പറഞ്ഞ ബ്ലഷാണ് ഉപയോഗിക്കുന്നത്. നല്ലൊരു കോറലി പീച്ചി കളറിലുള്ളൊരു ബ്ലഷാണ്. ഇത് വെച്ച് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഈ ബ്യൂട്ടി ബ്ലെൻഡർ ഓൾറെഡി വെറ്റാണല്ലോ, ഫിക്സിംഗ് സ്പ്രേ ഓൾറെഡി അതുമേ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് പ്രൊഡക്റ്റ് ഒന്ന് നന്നായി എൻ്റെ ഫേസിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഞാൻ ലാഷസ് അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് മേബിലിൻ്റെ സ്കൈ ഹൈ മസ്കാരയാണ്. നിങ്ങൾക്കറിയാം വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാരയാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു മസ്റ്റാണ്. അപ്പോൾ ഞാൻ ലാഷസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഫേസ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഹൈലൈറ്റിംഗ് പൗഡറാണ് ഉപയോഗിക്കുന്നത് ഇൻ ദ ഷെയ്ഡ് പ്രഷ്യസ് പെറ്റൽ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹൈലൈറ്റിംഗ് ഷെയ്ഡാണ്. നമ്മൾ നല്ല ഗോൾഡൻ ഗ്ലോ കിട്ടും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എവിടെയാണ് യൂഷ്വലി ഹൈലൈറ്റ് ചെയ്യുക അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനെൻ്റെ ലിപ്സ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ബോൾഡ് മാറ്റ് ലിപ്പ് ലൈനറാണ് ഉപയോഗിക്കുന്നത് ഇൻ ദ ഷെയ്ഡ് ബർഗണ്ടി 09. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ലിപ്സ് മൊത്തം ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഔട്ടർ ഭാഗം. അതുകൂടാണ്ട് നമ്മുടെ ലിപ്സിൻ്റെ കോൺടോർ ചെയ്യുന്ന ഭാഗങ്ങൾ എന്ന് വെച്ചാൽ ഔട്ട് സൈഡ് ഭാഗങ്ങൾ മാത്രം നന്നായി ഒന്ന് തിക്കായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലിപ്സ് നല്ല പ്ലംപി ആയിട്ട് കാണണമെങ്കിൽ മോളിക്കോടെ നമ്മൾ ലിപ് ഗ്ലോസും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലിപ്സ് നല്ല അങ്ങനെ പൗട്ടി പ്ലംപി ആയിട്ട് തോന്നും. വേണ്ടിയിട്ട് അഗെയിൻ സ്വിസ് ബ്യൂട്ടിയുടെ പ്ലംപ് അപ്പ് വെറ്റ് ഗ്ലോസ് എന്ന് പറഞ്ഞൊരു ലിപ് ഗ്ലോസ് ആണ് ഉപയോഗിക്കുന്നത്. ഷെയ്ഡ് 06 വെച്ചിട്ട് ജസ്റ്റ് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ മേക്കപ്പ് ലുക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചു കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഇനിയും വീഡിയോസ് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.